ഏകദേശം 40 ദിവസമായിട്ട് നീണ്ടുനിന്ന അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടലിൽ ലോകം കണ്ടത് ഒരു നിർണായക യാഥാർത്ഥ്യമാണ്. വ്യോമശക്തി മാത്രം കൊണ്ട് യുദ്ധം ജയിക്കാനാവില്ല. ആധുനിക ആയുധശേഖരവും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബജറ്റും കൈവശമുണ്ടെങ്കിലും ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന കണക്കുകൂട്ടൽ അമേരിക്കയ്ക്ക് എളുപ്പമാകാതെ പോയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് അമേരിക്ക തളർന്നിരിക്കുകയാണ്. ഇനി ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നില്ല എന്നതാണ്. ഫെബ്രുവരി 28 മുതൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ പേരിൽ അമേരിക്ക ആയിരക്കണക്കിന് ലക്ഷ്യങ്ങൾ ആക്രമിച്ചുവെങ്കിലും ഇറാന്റെ പ്രതിരോധ ശേഷി തകരാതെ മറുപടി നൽകാൻ കഴിഞ്ഞുവെന്നാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. 13,000-ലധികം ലക്ഷ്യങ്ങൾ ആക്രമിച്ചു എന്ന അവകാശവാദങ്ങൾക്കിടയിലും അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾക്ക് നേരിട്ട നഷ്ടങ്ങൾ ശ്രദ്ധേയമാണ്. ഏറ്റവും നൂതനമായിട്ടുള്ള നിരീക്ഷണ ഡ്രോണുകളിൽ ഒന്നായ MQ-4C ട്രൈറ്റൻ നഷ്ടപ്പെട്ടത് വെറും ഒരു സാങ്കേതിക തിരിച്ചടിയല്ല, അത് അമേരിക്കയുടെ അഭിമാന വ്യോമ സമ്പത്തിനേറ്റ വലിയ ആഘാതമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. $100 മില്യൺ വില വരുന്ന ഈ ഒരു സംവിധാനങ്ങൾ പോലും ഇറാന്റെ നിരീക്ഷണത്തിനും പ്രതിരോധത്തിനും മുമ്പിൽ സുരക്ഷിതമല്ല എന്ന ധാരണ ശക്തിപ്പെട്ടു. ഇനി അതിലും വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതായത് MQ-9 റീപ്പർ ഡ്രോണുകൾക്കുണ്ടായ നാശനഷ്ടങ്ങളാണ്. അതായത് നിരീക്ഷണത്തിനും കൃത്യമായിട്ടുള്ള ആക്രമണങ്ങൾക്കും അമേരിക്ക വ്യാപകമായിട്ട് ആശ്രയിച്ചിരുന്ന ഈ ഡ്രോണുകൾ വലിയ തോതിൽ വീണതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു യൂണിറ്റിന് കോടിക്കണക്കിന് ഡോളർ വില വരുന്ന ഈ ഡ്രോണുകൾ പങ്കാളിയായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ എത്രത്തോളം ദുർബലമാണ് എന്ന് ഈ യുദ്ധം തുറന്നുകാട്ടി. കുറഞ്ഞ ചെലവിൽ ഉയർന്ന സാങ്കേതിക ആയുധങ്ങളെ വെല്ലുവിളിക്കാൻ കഴിയുന്ന അസമമായിട്ടുള്ള യുദ്ധരീതിയുടെ വിജയമായിട്ട് പലരും ഇതിനെ കാണുന്നു. ലോകത്തിലെ ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള യുദ്ധവിമാനങ്ങളിലൊന്നായി അവതരിപ്പിക്കപ്പെട്ട F-35നും ഈ യുദ്ധത്തിൽ വെല്ലുവിളി നേരിട്ടു. കാണാനാവാത്ത സ്റ്റെൽത്ത് കരുത്ത് എന്നറിയപ്പെട്ടിരുന്ന ഈ വിമാനങ്ങൾ പോലും ഇറാന്റെ ഗ്രൗണ്ട് ഫയർ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടിയെന്ന റിപ്പോർട്ടുകൾ വലിയ ചർച്ചയുണ്ടാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി വിപണനം ചെയ്യുന്ന സാങ്കേതിക അജയ്യതയുടെ പ്രതിച്ഛായയ്ക്ക് ഇത് ചോദ്യചിഹ്നമുയർത്തി. സാങ്കേതിക വിദ്യ എത്ര മുന്നേറിയാലും തന്ത്ര പ്രതിരോധ സംവിധാനങ്ങളും ഭൂപ്രദേശ പരിചയവും നിർണായകമാണെന്ന് ഇത് തെളിയിച്ചു. F-50E, KC-135, E-3 സെൻട്രി പോലുള്ള പിന്തുണാ വിമാനങ്ങൾക്ക് നേരിട്ട നഷ്ടങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാണ്. യുദ്ധത്തിൽ പോരാടുന്ന ഫൈറ്റർ ജെറ്റുകൾ മാത്രം മതിയാകില്ല. അവയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളും ആകാശത്ത് നിരീക്ഷണം നടത്തുന്ന റഡാർ വിമാനങ്ങളും രക്ഷാപ്രവർത്തനത്തിനുള്ള പ്രത്യേക പ്ലാറ്റ്ഫോമുകളും അനിവാര്യമാണ്. ഇവയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ അമേരിക്കൻ വ്യോമ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ശൃംഖലയെ ബാധിക്കുന്നതാണ്. അതായത് ഇറാൻ വെറും ഒരു വിമാനങ്ങളെ നേരിട്ടല്ല, യുദ്ധത്തിന്റെ നാടികളെ തന്നെയാണ് ലക്ഷ്യം വെച്ചത്. ഇറാന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ അസമമായിട്ടുള്ള പ്രതിരോധ തന്ത്രങ്ങളാണ്. പരമ്പരാഗത രീതിയിൽ അമേരിക്കയെ പോലെ വിമാനക്കപ്പലുകളോ അനന്തമായിട്ടുള്ള വ്യോമസേനയോ ഇല്ല എങ്കിലും മിസൈലുകൾ, ഡ്രോണുകൾ, മൊബൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, വേഗതയേറിയ പ്രതികരണശേഷി, ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നേട്ടം ഇവയെല്ലാം ചേർത്ത് അവർ ഒരു സങ്കീർണ പ്രതിരോധ വലയം സൃഷ്ടിച്ചു. ഇതിലൂടെ കൂടുതൽ ചിലവേറിയ അമേരിക്കൻ പ്ലാറ്റ്ഫോമുകൾക്ക് സ്ഥിരമായിട്ടുള്ള ഭീഷണി ഉയർത്താൻ അവർക്ക് കഴിഞ്ഞു. ഈ യുദ്ധം മറ്റൊരു രാഷ്ട്രീയ സന്ദേശവും നൽകുന്നു. സാമ്പത്തിക ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദവും പതിറ്റാണ്ടുകളായിട്ട് നേരിട്ടിട്ടും ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ വളർത്തിയെടുത്തിരിക്കുകയാണ്. പുറത്തു നിന്നുള്ള സമ്മർദ്ദം രാജ്യം തകർക്കുമെന്ന് കരുതിയവർക്ക് പകരം സമ്മർദ്ദം അവരെ കൂടുതൽ സ്വയം പര്യാപ്തരാക്കി എന്ന വാദം ഇപ്പോൾ ശക്തമാകുന്നു. ആഭ്യന്തര ആയുധ നിർമ്മാണം, പ്രാദേശിക സഖ്യങ്ങൾ, സാങ്കേതിക അനുകരണം, യുദ്ധാനുഭവം ഇവയെല്ലാം ചേർന്ന് പുതിയ ശേഷി രൂപപ്പെട്ടു എന്ന് ഈ ഏറ്റുമുട്ടൽ സൂചിപ്പിക്കുന്നു. അമേരിക്കയ്ക്കുള്ള വലിയ പാഠം ഇതാണ്: ആകാശ മേധാവിത്വം കൊണ്ട് മാത്രം യുദ്ധം ജയിക്കാമെന്ന കാലം അവസാനിക്കുന്നു. കുറഞ്ഞ ചിലവിൽ ഉയർന്ന നഷ്ടങ്ങൾ വരുത്തുന്ന തന്ത്രങ്ങൾ, വ്യാപകമായിട്ടുള്ള ഡ്രോൺ യുദ്ധം, വികേന്ദ്രീകൃത പ്രതിരോധ സംവിധാനം എന്നിവ വലിയ സൈനിക ശക്തികൾക്കും കഠിന വെല്ലുവിളിയാകുന്നു. ഇറാൻ ഈ ഒരു യുദ്ധത്തിൽ അത് ലോകത്തിന് കാണിച്ചു തന്നു എന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. അവസാനമായിട്ട് നോക്കുമ്പോൾ ഇത് വെറും ഒരു യുദ്ധനഷ്ടങ്ങളുടെ കണക്ക് മാത്രമല്ല, ശക്തി എന്നതിന്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ്. ഏറ്റവും വില കൂടിയ ആയുധങ്ങൾ കൈവശമുള്ളവനല്ല, ഏറ്റവും ബുദ്ധിപരമായിട്ട് പ്രതിരോധം സൃഷ്ടിക്കുന്നവനാണ് ഈ യുദ്ധഭൂമിയിൽ മേൽക്കൈ നേടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറാനാണ് ഇതുവരെ മേൽക്കൈ നേടിയിട്ടുള്ളത്. ആ സന്തോഷം ലോകത്തോട് പറയാൻ ഇറാനിനി ഏറ്റുമുട്ടൽ മാത്രം മതി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും ആരംഭിക്കാനിരിക്കെ ആഗോള നയതന്ത്ര വേദിയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയം യുദ്ധമോ അതോ ആണവ കരാറോ മാത്രമല്ല, ഇറാന്റെ മരവിപ്പിച്ച വിദേശ ആസ്തികളുമാണ്. എന്തായാലും ഇതെല്ലാം നിർണായകമാകുമ്പോൾ ഏറ്റവും കൂടുതൽ അമേരിക്ക തകർന്നടിയുകയാണ്. ആയുധം മാത്രമല്ല, സാമ്പത്തിക കാര്യത്തിലും അമേരിക്കയുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്.
ഇനി ഈ ആസ്തികളെ പറ്റി പറയുകയാണെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് ഉപരോധങ്ങളുടെയും സാമ്പത്തിക നിയന്ത്രണങ്ങളുടെയും പേരിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന നൂറുകണക്കിന് ബില്യൺ ഡോളറുകളുടെ സ്വത്തുക്കൾ തിരിച്ചു കിട്ടണമെന്ന ആവശ്യം ഇറാൻ ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഇറാന്റെ നിലപാട് വ്യക്തമാണ്. സ്വന്തം രാജ്യത്തിന്റെ പണം തിരികെ ലഭിക്കാതെ യാതൊരു അർത്ഥവത്തായിട്ടുള്ള നയതന്ത്ര പുരോഗതിയും സാധ്യമല്ല. എന്നാൽ ഇവിടെയാണ് ട്രംപിന്റെ കുതന്ത്രം നടക്കുന്നത്. ഇവിടെ വെറും സാമ്പത്തിക വിഷയം മാത്രമല്ല, പരമാധികാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ നിയമാനുസൃത വരുമാനവും വിദേശ നിക്ഷേപങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ വർഷങ്ങളോളം തടഞ്ഞു വെക്കുന്നത് പലർക്കും സാമ്പത്തിക ആയുധവൽക്കരണമായിട്ട് തോന്നുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമവും സാമ്പത്തിക സംവിധാനങ്ങളും നീതിയുടെ പേരിൽ പ്രവർത്തിക്കേണ്ടതാണെങ്കിൽ ഈ ഒരു രാജ്യത്തിന്റെ സമ്പത്ത് മറ്റൊരു ശക്തിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കപ്പെടുന്നത് എത്രത്തോളം ന്യായമാണെന്ന ചോദ്യവും ഇതിനിടയിൽ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ഒരു വിഷയത്തെ ചർച്ചയുടെ കേന്ദ്രത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് തന്ത്രപരമായിട്ടും നൈതികമായിട്ടും പ്രാധാന്യമുള്ള നീക്കമാണ്. എന്തായാലും ആ ഒരു കാര്യം ഇനി വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ 1979 സംഭവങ്ങൾക്ക് ശേഷം ആരംഭിച്ച അമേരിക്കൻ ഉപരോധ നയം പിന്നീട് നിരവധി ഘട്ടങ്ങളിലൂടെ വ്യാപിപ്പിച്ചു. ആണവ പദ്ധതി, പ്രാദേശിക സ്വാധീനം, സുരക്ഷാ ആശങ്കകൾ എന്നീ പേരുകളിൽ നിയന്ത്രണങ്ങൾ ശക്തിപ്പെട്ടു. എന്നാൽ ഈ നടപടികളുടെ ഭാരം പലപ്പോഴും ഭരണകൂടത്തെക്കാൾ സാധാരണ ജനങ്ങളാണ് വഹിച്ചത്. കറൻസി മൂല്യ തകർച്ച, വിലക്കയറ്റം, മരുന്നുക്ഷാമം, നിക്ഷേപക്കുറവ്, വ്യവസായ മന്ദഗതി ഇവയെല്ലാം ഇറാന്റെ ജനജീവിതത്തെ ബാധിച്ചു. അതിനാൽ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകിട്ടണമെന്ന ആവശ്യം സർക്കാർ തലത്തിലെ ആവശ്യങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ സാമ്പത്തിക ശ്വാസം വീണ്ടെടുക്കാനുള്ള ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ പോരാടുന്നത്. എന്തായാലും റിപ്പോർട്ടുകൾ പ്രകാരം വിദേശത്ത് തടഞ്ഞു വെച്ചിരിക്കുന്ന ഇറാനിയൻ ഫണ്ടുകളുടെ മൂല്യം $100 ബില്യൺ മുകളിലായിരിക്കാം. ഈ തുക രാജ്യത്തിന്റെ വാർഷിക വരുമാനമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്യന്തം നിർണായകമാണ്. ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കാൻ, വൈദ്യുതി മേഖല ശക്തിപ്പെടുത്താൻ, ജലപദ്ധതികൾ നടപ്പാക്കാൻ, വ്യവസായ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ, കറൻസി സ്ഥിരതപ്പെടുത്താൻ, പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്താൻ തുടങ്ങിയ എല്ലാ കാര്യത്തിനും ഈ ഫണ്ടുകൾ സഹായകമാകും. യുദ്ധാനന്തര പുനർനിർമ്മാണം പോലെ തന്നെ ഉപരോധാനന്തര പുനർജീവനത്തിനും ഈ ഒരു പണം അനിവാര്യമാണ്. ഇറാന്റെ ഫണ്ടുകൾ വിവിധ രാജ്യങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്നു എന്നത് വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്നു. ചൈന, ഇന്ത്യ, ഇറാഖ്, ഖത്തർ, ജപ്പാൻ, ലക്സംബർഗ്, അമേരിക്ക എന്നിവിടങ്ങളിൽ വിവിധ അളവിൽ ആസ്തികൾ ഉണ്ട് എന്നാണ് വിലയിരുത്തൽ. അതായത് ഒരു രാജ്യത്തിന്റെ സമ്പത്ത് പല അധികാരികളെയും മേൽ പിരിഞ്ഞു കിടക്കുമ്പോഴും അതിലേക്കുള്ള പ്രവേശനം വെറും ബാങ്കിംഗ് വിഷയമല്ല, വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ചർച്ചയായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ചെറിയൊരു ഇളവും വലിയ നയതന്ത്ര സന്ദേശവുമായിട്ട് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രത്തെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് ഉപരോധങ്ങൾ ലക്ഷ്യം വെച്ച് കൈവരിക്കാറില്ല എന്നതാണ്. പലപ്പോഴും അത് ഭരണകൂടത്തെ മാറ്റുന്നില്ല, മറിച്ച് അവരെ കൂടുതൽ കടുപ്പിക്കുന്നു. സ്വയം പര്യാപ്തതയിലേക്കും പുതിയ സഖ്യങ്ങളിലേക്കും പരമ്പരാഗത പാശ്ചാത്യ സാമ്പത്തിക സംവിധാനങ്ങളിൽ നിന്നുമുള്ള അകറ്റലിലേക്കും ഈ രാജ്യങ്ങളെ തള്ളിവിടുന്നുണ്ട്. ഇറാന്റെ കാര്യത്തിലും സമാന പ്രവണതയാണ് കണ്ടത്. സമ്മർദ്ദം കൂടുന്തോറും ഇറാൻ പിന്മാറാതെ പുതിയ തന്ത്രങ്ങൾ തേടി മുന്നേറി. അതേസമയം ഇറാന്റെ സമീപനം മറ്റൊരു സന്ദേശവും നൽകുന്നു. അവർ യുദ്ധം മാത്രം ആഗ്രഹിക്കുന്നില്ല എന്ന മാന്യമായിട്ടുള്ള നിബന്ധനകളിലൂടെ ചർച്ചകളാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ചർച്ചകൾ സമത്വത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഒരു പക്ഷം ഉപരോധവും നിയന്ത്രണവും തുടരുമ്പോൾ മറ്റേ പക്ഷം വിട്ടുവീഴ്ചകൾ മാത്രം ചെയ്യണമെന്ന സമീപനം ദീർഘകാലം നിലനിൽക്കില്ല. വിശ്വാസം പുനഃസ്ഥാപിക്കണമെങ്കിൽ ആദ്യപടി സാമ്പത്തിക നീതിയായിരിക്കണം എന്നതാണ് ടെഹ്റാന്റെ വാദം. മരവിപ്പിച്ച ആസ്തികളിൽ നിന്ന് കുറഞ്ഞത് ഒരു വിഭാഗമെങ്കിലും വിട്ടുകൊടുക്കണമെന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാം. അതിലൂടെ വെടിനിർത്തൽ ദീർഘിപ്പിക്കാനും കൂടുതൽ വിശാലമായിട്ടുള്ള കരാറുകളിലേക്ക് നീങ്ങാനും പ്രാദേശിക സംഘർഷം കുറയ്ക്കാനും വഴിയൊരുക്കും. ഒരു ചെറിയ സാമ്പത്തിക തീരുമാനം വലിയ യുദ്ധം ഒഴിവാക്കാൻ സഹായിക്കുന്ന സാഹചര്യം പലപ്പോഴും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇത് പണത്തിന്റെ കഥ മാത്രമല്ല, ശക്തിയും നീതിയും പരമാധികാരവും അന്താരാഷ്ട്ര വ്യവസ്ഥയുടെ വിശ്വസ്തതയും സംബന്ധിച്ച വലിയ പരീക്ഷണമാണ്. ഇറാൻ സ്വന്തം സ്വത്ത് തിരികെ ആവശ്യപ്പെടുമ്പോൾ അത് വെറും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രവേശനം ചോദിക്കുന്നില്ല. ഒരു രാജ്യം അത് തുല്യ ബഹുമാനം ആവശ്യപ്പെടുകയാണ്. ഈ ഒരു സന്ദേശം ലോകം എങ്ങനെ സ്വീകരിക്കും എന്നതാണ് ഇനി നിർണായകമാവുക. എന്തായാലും കരുത്തിന്മേൽ അതിരുറ്റ കരുത്തുമായിട്ട് ഇറാൻ രംഗത്തെത്തുകയാണ്. അവൾക്ക് ആകെ പ്രശ്നം ഈ ആസ്തിയുടെ കാര്യമേ ഉള്ളൂ. പക്ഷേ ഈ അമേരിക്ക തകർക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇറാന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഉപരോധം ഇനി അധിക നാള് നീട്ടിക്കൊണ്ടുപോയാലും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. ഇനി എത്ര നാൾ വേണമെങ്കിലും ഈ യുദ്ധത്തിൽ പങ്കുചേരാമെന്നും ഇറാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അമേരിക്കയ്ക്ക് സാമ്പത്തികപരമായിട്ടും വലിയ നഷ്ടമാണ്. അവരുടെ യുദ്ധോപകരണങ്ങൾ, അതായത് അത്യാധുനിക മിസൈലുകളും ജെറ്റുകളും ഇതുപോലെ തന്നെ ഡ്രോണുകൾക്കൊക്കെ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്.